ഹരേ കൃഷ്ണ. ഇനിയും 5-ാമത്തെ ശ്ലോകം നോക്കാം. രോദോപകർണനവശാദുപഗമ്യ ഗേഹം ക്രന്ദൽസു നന്ദമുഖഗോപകുലേഷു ദീന താം ദാനവസ്ത്വഖിലമുക്തികരം മുമുക്ഷുസ്ത്വയ്യപ്രമുഞ്ചതി പപാദവിയത്പ്രദേശാത്. രോദോപകർണനവശാദുപഗമ്യ ഗേഹം. രോദോപകർണനവശാത്. രോദം എന്ന് പറഞ്ഞാൽ അത്രയും ഹൃദയത്തിൽ വേദന ചൂഴ്ന്നു നിൽക്കുന്ന സമയത്ത് വരുന്ന കരച്ചിലിനെയാണ് നമ്മൾ രോദം എന്ന് പറയുന്നത്. അപ്പോൾ രോദ ഉപകർണനവശാത്, ആ യശോദാമ്മയുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ. ഉപകർണനവശാത്, ആ നിലവിളി കേട്ടിട്ട്. ഉപഗമ്യ ഗേഹം, ഉപഗമ്യ വന്നു ചേർന്നു, ഗേഹം വീട്ടിൽ, യശോദാമ്മയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന. ക്രന്ദൽസു നന്ദമുഖ ഗോപകുലേഷു ദീന. ക്രന്ദത്സു എന്ന് പറഞ്ഞാൽ ഈ വന്നവരുമൊക്കെ കരയുവാൻ തുടങ്ങി യശോദാമ്മയോടൊപ്പം. എന്താ, ആരൊക്കെയായിരുന്നു? നന്ദമുഖ ഗോപകുലേഷു, നന്ദഗോപരും മറ്റുള്ള ഗോപന്മാരുമൊക്കെ ഇവിടെ വന്ന യശോദാമ്മയുടെ ഈ സങ്കടം കണ്ടിട്ട്, കാരണവും കൂടി അറിഞ്ഞപ്പോഴേക്കും അവർക്കും സഹിക്കാൻ പറ്റാത്ത സങ്കടമായി. എന്താ, കൃഷ്ണനുണ്ണിയെ കാണുന്നില്ല. കൃഷ്ണനുണ്ണി അവിടെ കിടത്തിയിട്ടാണ് യശോദാമ്മ ജോലിക്ക് പോയത്. അങ്ങനെ ഗൃഹകൃത്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ കൃഷ്ണനുണ്ണിയെ കാണുന്നില്ല എന്നുള്ള വാർത്തയും കൂടി കേട്ടപ്പോഴേക്കും യശോദാമ്മയുടെ കരച്ചിൽ കേട്ട് അവിടെ ഓടിയെത്തിയ നന്ദഗോപരും മറ്റു ഗോപന്മാരും കൂടി ഉറക്കെ കരയുവാൻ തുടങ്ങി. ദീന എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുന്ന് അവിടുത്തെ ഉയർത്തിക്കൊണ്ടുപോയ ആ തൃണാവർത്തൻ്റെ കാര്യമാണ് ഇനിയും പറയുന്നത്. ആ തൃണാവർത്തൻ ദീനഹ, ക്ഷീണിച്ചിരിക്കുന്നു. കാരണം ഉയർത്തി മുകളിൽ കൊണ്ടുപോയി അവിടുത്തെ ഭാരം താങ്ങാനാവാതെ ശക്തി ക്ഷയിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ്, ദീനനായിരിക്കുന്നു അവൻ, അങ്ങയുടെ കൃപ അർഹിക്കുന്നവനായി മാറിയിരിക്കുന്നു, അവന് ശക്തിയില്ലാതായിരിക്കുന്നു. ത്വാം ദാനവസ്തു അഖിലമുക്തികരം. ത്വാം, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ദാനവസ്തു അഖിലമുക്തികരം. ദാനവഹ തു അഖിലമുക്തികരം. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ദാനവസ്തു അഖിലമുക്തികരം. ദാനവഹ തു, ആ ദാനവനാകട്ടെ, ആ അസുരനാകട്ടെ, മുകളിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു, വല്ലാതെ ദയനീയമായി ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ അസുരന് ത്വാം, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ആരാണ്? അഖിലമുക്തികരം, സർവ്വതിനും മുക്തിയെ നൽകുന്നതായിട്ടുള്ള ഭഗവാൻ. എല്ലാ ഭക്തന്മാർക്കും സർവചരാചരങ്ങൾക്കും മുക്തിയെ നൽകുന്നതായിട്ടുള്ള ഭഗവാൻ. ഇന്ന് മുക്തി എന്നാൽ ബന്ധനത്തിൽ നിന്നും മുക്തി നൽകുക. ഇന്ന് ആ ദാനവൻ ബന്ധനത്തിലാണ്, ആ അസുരൻ ഇന്ന് ബന്ധനത്തിലാണ്. ഏതിൻ്റെ? ആ ക്ഷീണം, തന്നെ ബാധിച്ച ക്ഷീണത്തിൻ്റെ ബന്ധനത്തിലാണ്. ഭഗവാനെ താങ്ങുവാൻ കഴിയാതെ ഉണ്ടായ ക്ഷീണത്തിൽ അങ്ങനെ തളർന്നുപോയി ആ ബന്ധനത്തിൽ കഴിയുന്ന ദാനവനും മുക്തിയെ നൽകുവാൻ, അല്ലയോ ഭഗവാനെ, അങ്ങേക്കേ കഴിയുകയുള്ളൂ. സർവചരാചരങ്ങൾക്കും മുക്തിയെ നൽകുന്ന ഭഗവാനെ അവിടുന്ന് മുമുക്ഷുസ്ത്വയ്യപ്രമുഞ്ചതി. മുമുക്ഷു, ആ ബന്ധനത്തിൽ നിന്നും
മുക്തി നേടുവാൻ ആഗ്രഹിച്ചവനായിട്ടുള്ള ആ തൃണാവർത്തന ത്വയ്യപ്രമുഞ്ചതി, അവിടെ മുമുക്ഷു ത്വയി അപ്രമുഞ്ചതി, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. അപ്പോൾ മോക്ഷത്തിനായി ആഗ്രഹിച്ച ആ ദാനവന് ത്വയി അപ്രമുഞ്ചതി, അല്ലയോ ഭഗവാനെ അവിടുന്ന് ത്വയി അപ്രമുഞ്ചതി. മുഞ്ചതി എന്ന് പറഞ്ഞാൽ വിടുക, ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുക. ഇവിടെ ഭഗവാൻ എന്താ ചെയ്തേ? അപ്രമുഞ്ചതി, ഭഗവാൻ വിട്ടില്ല. ഭഗവാനെ എടുത്തുകൊണ്ട് പോയതല്ലേ. ഭഗവാനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വിട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചാലും ഭഗവാൻ വിടില്ല. ഭഗവാൻ പിടി അങ്ങ് മുറുക്കും. കാരണം തന്നെ തേടി വന്നവനാ. തന്നെ തേടി വന്നവരെ ഭഗവാൻ ഒരു കാലത്തും കൈവിടില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ബന്ധനത്തിൽ നിന്നും, ഭഗവാനെ എടുത്തത് കൊണ്ടുണ്ടായ ക്ഷീണത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തി നേടണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ വിട്ടാൽ മതി. ഭഗവാനെ കയ്യിലെടുത്തിരിക്കുന്നതുകൊണ്ടാണല്ലോ ഇത്ര ക്ഷീണം വന്നത്. ഭഗവാനെ വിട്ടാൽ മതി. പക്ഷെ ഇവിടെ ത്വയി അപ്രമുഞ്ചതി, ഭഗവാനെ വിടണമെന്ന് ദാനവൻ ആഗ്രഹിച്ചുവെങ്കിലും, ആ ബന്ധനത്തിൽ നിന്നു പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും ഭഗവാൻ വിട്ടില്ല. പപാത വിയത് പ്രദേശാത്, പപാത വന്നു പതിച്ചു, വീണു. വിയത് പ്രദേശാത്, വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തിൽ നിന്നും. അപ്പോൾ എടുത്തുയർത്തി അങ്ങ് പൊടിപടലങ്ങളോടൊപ്പം ഭഗവാനെ അങ്ങ് മുകളിലേക്ക് എടുത്തുയർത്തിക്കൊണ്ട് പോയതായിരുന്നു. അവിടെ നിന്നും ആ അസുരൻ നിലം പതിച്ചു. എല്ലാവർക്കും മോക്ഷത്തെ നൽകുന്ന ഭഗവാൻ, ഭഗവാനിൽ നിന്നും പിടിവിടുവിച്ചുകൊണ്ടല്ല മോക്ഷത്തെ കൊടുത്തത്. ഭഗവാനെ വിട്ടിട്ടു പോകണമെന്ന് ആഗ്രഹിച്ച് വശംവദനായി തീർന്നിട്ടും ഭഗവാൻ, കാരുണ്യവാനായ ഭഗവാൻ തന്നെ തേടി വന്നവനാണല്ലോ എന്ന് കരുതി, തന്നെ ഇത്ര നേരവും അവൻ കൈകളിൽ ചുമന്നുകൊണ്ട് പോയതാണല്ലോ എന്ന് കരുതി ആ അസുരനെ ഭഗവാൻ പിടിമുറുക്കിക്കൊണ്ട് മോക്ഷത്തെ കൊടുത്തു. അങ്ങനെ ആകാശത്തിൽ നിന്നും താഴേക്ക് പതിച്ചു. നോക്കൂ, ഇവിടെ തൃണാവർത്തൻ വന്നിട്ട് ആ ഉണ്ണിയെ വാരിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി. നമുക്കറിയാം, കുട്ടികളൊക്കെ മുകളിലേക്ക് നമ്മളൊന്ന് ഉയർത്തിയാൽ എന്തു ചെയ്യും? നമ്മളെ കയറി മുറുക്കി അങ്ങ് പിടിക്കും. ഈ ഉണ്ണിയും അതേ ചെയ്തുള്ളൂ. എടുത്തുകൊണ്ട് പോയത് തൃണാവർത്തനാണ്. ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം അസുരനെന്നോ തൻ്റെ ബന്ധുമിത്രാദികളെന്നോ ഇല്ല. ഭഗവാന് എല്ലാവരും ഒരുപോലെ തന്നെ. എടുത്തുയർത്തി മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ ഉണ്ണി ഒരല്പം ഒന്ന് ഭയന്നു. എന്താ ചെയ്തേ? ആ തൃണാവർത്തൻ്റെ കഴുത്തിൽ അങ്ങനെ മുറുക്കി പിടിച്ചു. ഉണ്ണികൾ കണ്ടിട്ടില്ലേ, അമ്മമാരുടെ കഴുത്തിൽ ഇങ്ങനെ മുറുക്കി പിടിക്കും. അതേപോലെ തൃണാവർത്തൻ്റെ കഴുത്തിൽ അങ്ങനെ മുറുക്കി പിടിച്ചു. കുറച്ചായപ്പോൾ ഉണ്ണിയുടെ ഭാരം താങ്ങാൻ തൃണാവർത്തന് കഴിയുന്നില്ല. വല്ലാതെ താൻ അങ്ങ് ക്ഷീണിതനായി, തൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോയി. അതുകൊണ്ട് തന്നെ പൊടിപടലങ്ങളൊക്കെ താഴേക്ക് അടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി തനിക്ക് നിൽക്കാനാവുന്നില്ല, അത്രമാത്രം താൻ ക്ഷീണിച്ചിരിക്കുന്നു. ശരി, ഈ ഉണ്ണിയെ വിട്ടിട്ട് തനിക്ക് രക്ഷപ്പെടാം എന്ന് കരുതി താൻ എടുത്തുകൊണ്ടുവന്ന ഉണ്ണിയെ ഉപേക്ഷിക്കുവാൻ തൃണാവർത്തൻ തയ്യാറായപ്പോൾ കഴുത്തിൽ മുറുക്കെ പിടിച്ചിരിക്കുകയല്ലേ നമ്മുടെ കൃഷ്ണനുണ്ണി. ഉണ്ണി പിടിവിട്ടില്ല. ഈ അസുരൻ തന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട് തന്നെ തേടി അലഞ്ഞ് ഒടുവിൽ തൻ്റെ സമീപമെത്തി തന്നെ വാരിയെടുത്തതല്ലേ ആ പൂതനയെ പോലെ. തനിക്കിനി വിടാൻ കഴിയില്ല. തനിക്ക് ഇഷ്ടമായി ഈ അസുരനെ. തന്നെ ഇങ്ങനെ ഉയർത്തി ഊഞ്ഞാലിലാട്ടും പോലെ മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇഷ്ടമായി തനിക്ക്. അതുകൊണ്ട് കഴുത്തിൽ അങ്ങനെ മുറുക്ക പിടിച്ചു പിടിവിടാതെ അങ്ങനെ ആ അസുരൻ്റെ ജീവൻ ദേഹം വെടിഞ്ഞു. എല്ലാവർക്കും മുക്തിയെ നൽകുന്ന ഭഗവാൻ അസുരനെ വിട്ടുകൊടുത്തിട്ടല്ല,
അസുരനെ തന്നോട് ചേർത്ത് മുറുക്കിക്കൊണ്ട് തന്നെ ഭഗവാൻ മോക്ഷത്തെ നൽകി ആ അസുരന്. ഒടുവിൽ ആകാശത്തു നിന്നും ആ അസുരൻ നിലത്തു വീണു, മരിച്ചു വീണു എന്നർത്ഥം. നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. രോദോപകർണനവശാദുപഗമ്യ ക്രന്ദത്സു നന്ദമുഖ ഗോപകുലേഷു ദീന ത്വം ദാനവസ്ത്വഖിലമുക്തികരം മുമുക്ഷുസ്ത്വയ്യപ്രമുഞ്ചതി പപാദവിയത് പ്രദേശാത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രോദോപകർണനവശാത് ഉപഗമ്യാണ് ദായുടെ ഉകാരം, ശ്രദ്ധിക്കുക. അവിടം വരേക്കും രോദോപകർണനവശാത് ഉപഗമ്യ, അവിടെ വരേക്കും അത് ചേർത്ത് വായിക്കേണ്ടതാണ്. അതുപോലെ ദീന, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ദാനവസ്തു അഖില മുക്തികരം, തു അഖില മുക്തികരമാണ്, അതുകൊണ്ട് തന്നെ ത്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ മൂന്നാമത്തെ പാദത്തിൻ്റെ അവസാനം മുമുക്ഷുസ്ത്വയ്യപ്രമുഞ്ചതി, അവിടെ അത് ചേർത്ത് വായിക്കണം. അവിടെ ത്വയി അപ്രമുഞ്ചതിയാണ്, യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ്. രോദാകുലാസ്തനു ഗോപഗണാ ബഹിഷ്ഠ പാഷാണപൃഷ്ഠഭുവി ദേഹമധിസ്ഥവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിപതന്തമമുഷ്യ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാനെ ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് പോയി അവിടെ നിന്നും ഭഗവാനെ വലിയ പാറക്കെട്ടുകളൊക്കെയുള്ള ഒരു ഇടത്ത് കൊണ്ടുപോയിട്ട് അവിടം വരെ ഭഗവാനെ ഉയർത്തിക്കൊണ്ടുപോയിട്ട് അവിടേക്ക് താഴേക്കിട്ട് ഭഗവാനെ കൊല്ലുവാനായിരുന്നു തൃണാവർത്തൻ ശ്രമിച്ചത്. പക്ഷെ അവിടം വരെ എത്തിയപ്പോഴേക്കും ഭഗവാന്റെ ഭാരം താങ്ങാനാവാതെ ദീനനായി തീർന്നു, കുഴഞ്ഞുപോയി തൃണാവർത്തൻ എന്ന് പറഞ്ഞു. അങ്ങനെ മുക്തിദായകനായിട്ടുള്ള ഭഗവാൻ കഴുത്തിൽ പിടിച്ച പിടുത്തത്തിൽ നിന്നും മുക്തി കൊടുത്തില്ലെങ്കിലും ദേഹത്തിൽ നിന്നും മുക്തി കൊടുത്ത ആ ജീവനെ തന്നോട് ലയിപ്പിച്ചു. ഇനി ഈ ശ്ലോകത്തിൽ രോദാകുലാസ്തനു, രോദാകുല തദനു രണ്ട് വാക്കുകളാണ്. രോദാകുലാസ്തനു, തദനു എന്ന് പറഞ്ഞാൽ ഉടനെ ഭഗവാന് കാരുണ്യം എറിയിട്ട് കാരുണ്യഭാരം കൊണ്ട് ഭഗവാൻ ദീനനായിട്ടുള്ള തൃണാവർത്തനെ മോക്ഷമൊക്കെ കൊടുത്ത് മുക്തി കൊടുത്തപ്പോൾ ആ സമയത്ത് ഉടനെ രോദാകുല എന്ന് പറഞ്ഞാൽ ഇവിടെ ആകട്ടെ രോദാകുലരായിരിക്കുകയാണ് യശോദാമയും നന്ദഗോപരും മറ്റുള്ള ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ അങ്ങനെ കരഞ്ഞ് ദുഃഖിച്ച് അവർ വശംവദരായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഗോകുലത്തിൽ. ഗോപഗണ എന്നാണ് പറഞ്ഞത്. അതായത് എല്ലാവരും ഗോപസ്ത്രീകളും ഗോപന്മാരും എല്ലാവരും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അവരവരുടെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന ആ കൃഷ്ണനുണ്ണിയാണ് കാണാത്തത്. അങ്ങനെയുള്ള ബഹിഷ്ഠ പാഷാണപൃഷ്ഠഭുവി, ബഹിഷ്ഠ എന്ന് പറഞ്ഞാൽ പുറത്ത്, അതായത് ആ ഗോകുലത്തിൻ്റെയും കുറച്ച് അകലെയായിട്ട് അതിനും പുറത്തായിട്ട് വരുന്നിടത്ത് പാഷാണപൃഷ്ഠഭുവി വലിയൊരു പാറക്കെട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ വലിയൊരു പാറക്കല്ലിൻ്റെ പുറത്ത് ദേഹമതിസ്ഥവിഷ്ടം, ദേഹം അതിസ്ഥവിഷ്ടം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദേഹമതിസ്ഥവിഷ്ടം. ദേഹം എന്ന് പറഞ്ഞ ഒരു ശരീരം,
അതിസ്ഥവിഷ്ടം വളരെ വലിയൊരു ശരീരം പ്രൈക്ഷന്ത എന്ന് പറഞ്ഞാൽ കണ്ടു. അവർ ഈ രോധാകുലരായിരിക്കുന്ന അവർ കണ്ടു, എന്തോ ഒന്ന് മുകളിൽ നിന്ന് വലിയൊരു ശരീരം ഇങ്ങോട്ട് വന്നിട്ട് ഹന്ത നിപതന്തം അമുഷ്യ, നിപതന്തം അമുഷ്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നിപതന്തം അമുഷ്യ. നിപതന്തം എന്ന് പറഞ്ഞാൽ വന്ന് പതിക്കുന്നതായിട്ട് അവർ കണ്ടു. ദൂരെ ഒരിടത്ത് ഒരു വലിയൊരു പാറക്കെട്ടുള്ള ഒരു സ്ഥലത്ത് വലിയൊരു ശരീരം വന്ന് പതിക്കുന്നതായി ഇവിടെ കരഞ്ഞ് തളർന്നിരുന്ന അവർ കണ്ടു. അമുഷ്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ വന്നു വീണ ശരീരത്തിൻ്റെ വക്ഷസ്യ ക്ഷീണമേവ, വക്ഷസി അക്ഷീണം ഏവ, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. വക്ഷസി എന്ന് പറഞ്ഞാൽ അവൻ്റെ മാറിടത്തിൽ അക്ഷീണം, യാതൊരു ക്ഷീണവുമില്ലാതെ അവനിത്ര ദയനീയമായി ദൈന്യതയോടുകൂടി ക്ഷീണിതനായി വന്ന് നിലംപതിച്ചപ്പോൾ അവൻ്റെ മാറിടത്തിൽ യാതൊരു ക്ഷീണവുമില്ലാതെ, പൂതനയുടെ മാറിടത്തിൽ എപ്രകാരമാണോ ഭഗവാൻ തൻ്റെ പതിവ് വിളയാട്ടവുമായിരുന്നത്, അതേപോലെ ഇവിടെ തൃണാവർത്തൻ്റെ മാറിടത്തിൽ യാതൊരു ക്ഷീണവും കൂടാതെ ഏവ എന്നാ പറഞ്ഞത്, അതായത് അത് ഉറപ്പിക്കുകയാണ്, യാതൊരു ക്ഷീണവുമില്ലാതെ തന്നെയാണ്. ച ഭവന്തമലം ഹസന്തം, ച ഭവന്തം അല്ലയോ ഭഗവാനെ അവിടുന്ന് അലം ഹസന്തം, നല്ല ഒരു പുഞ്ചിരിയൊക്കെ തൂക്കി ആ പതിവുള്ളതായിട്ടുള്ള ആ കാർമേഘവർണ്ണൻ്റെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന പാൽപുഞ്ചിരിയുമായി ആ ഉണ്ണി ഇരുന്ന് കളിക്കുന്നു. നമുക്ക് തന്നെ ആ രംഗം സ്മരിക്കുമ്പോൾ ഭഗവാന്റെ ആ വികൃതി, ആ തൃണാവർത്തൻ്റെ മാറിൽ ഭഗവാൻ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന ഭാവത്തിലിരുന്നിട്ട് കളിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മുടെ ഉണ്ണി പഴയ രൂപത്തിലും ഭാവത്തിലും ഭാരത്തിലുമൊക്കെ ആയിരിക്കുന്നു. അങ്ങനെ ആ തൃണാവർത്തൻ്റെ മാറിൽ നോക്കൂ, പാറയുടെ മുകളിലേക്കാണ് വന്ന് വീണിരിക്കുന്ന ആ ശരീരം, ആ അസുരൻ്റെ ദേഹം. ആ ദേഹത്തിൻ്റെ മുകളിൽ യാതൊരു പോറലുമില്ലാതെ യാതൊരു ക്ഷീണവുമില്ലാതെ ഉണ്ണിയിരുന്ന് കളിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. രോദാകുലാസ്തദനു ഗോപഗണാസ് ബഹിഷ്ഠപ്രാ, രോദാകുലാസ്തദനു ഗോപഗണാ ബഹിഷ്ഠ പാഷാണപൃഷ്ഠഭുവി ദേഹമതിസ്ഥവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിപതന്തമമുഷ്യ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. ശ്ലോകം വായിക്കുമ്പോൾ ആദ്യത്തെ പാദത്തിൻ്റെ അവസാനവും രണ്ടാമത്തെ പാദവും കൂടി ചേർത്ത് ബഹിഷ്ഠ പാഷാണ പൃഷ്ഠഭുവി, അതത്രയും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ ദേഹം അതിസ്ഥവിഷ്ടം, ദേഹം അതിസ്ഥവിഷ്ടമാണ് മായുടെ ആകാരം, ശ്രദ്ധിക്കുക. നിപതന്തം അമുഷ്യ, അവിടെ നിപതന്തം അമുഷ്യാണ്, മായുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ വക്ഷസ്യ ക്ഷീണമേവ, അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക. അവിടെയും വക്ഷസി അക്ഷീണമാണ്, സ്യ എന്ന അക്ഷരത്തിൻ്റെ ആകാരം ശ്രദ്ധിക്കുക. അതേപോലെ ഇനി അത് ചേർത്ത് വായിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ വക്ഷസി എന്നെടുത്തിട്ട് നാലാമത്തെ പാദത്തിൽ അക്ഷീണമേവ അങ്ങനെയും വായിക്കാവുന്നതാണ്. കഴിയുന്നതും എപ്പോഴും പദം പിരിക്കാതെ വായിക്കുന്നതാവും കൂടുതൽ ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത് ഭവന്തമലം, ഭവന്തം അലം, ഇങ്ങനെ രണ്ട് വാക്കുകളാണ്. മായുടെ ആകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നോക്കാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.